അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓൺ ആക്കിയിട്ട് ഹിന്ദി മലയാളം കൊടുത്തിട്ട് ക്യാമറ ഓൺ ചെയ്താണ്ടല്ലോ കാണിച്ചു തരാം. അപ്പോൾ ജൂൺഗിരിയിലെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്നും ഒരു സ്ഥലത്തേക്ക് പോവാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങളുണ്ട് നമ്മൾ സൺസെറ്റ് കാണാൻ കുറച്ച് ദൂരം വണ്ടി കൊണ്ട് പോയി ഒരു സൺസെറ്റ് കണ്ടിട്ട് വന്നു. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക. നമ്മളിപ്പോൾ ഋഷികേശിൽ ജൂൺഗിരിയിലാണ് ഉള്ളതെന്ന് അറിയാലോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റിട്ട് ഒരുപാട് പേര് ചോദിക്കും നമ്മളോട് തുണിയൊന്നും അലക്കലില്ലേ. നമ്മളിതുപോലെ കുറച്ച് ദിവസം ഇവിടെ കിട്ടുമ്പോൾ നമ്മുടെ തുണിയൊക്കെ അലക്കലുണ്ട്. അതുപോലെ നമ്മുടെ പഴയ ജാക്കറ്റൊക്കെ ഇന്ന് അലക്കിയിട്ടോ. ഈ തുണിയെല്ലാം രാവിലെ എണ്ണീറ്റ് ഇവിടെ മൊത്തം അലക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ജാക്കറ്റ് ഇതിൻ്റെ ഒറിജിനൽ നിറമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 മണിക്കൂർ ഇരുന്ന് ഉരച്ചൊരച്ച് കഴുകിട്ടോ. അപ്പോൾ ഇതേ തുണിയെല്ലാം ഇവിടെ ഉണ്ട്, അതിവിടെ കിടന്നോളും. എങ്ങനെയായാലും ഒരു 3-4 ദിവസം എടുക്കും ജാക്കറ്റൊക്കെ ഉണങ്ങണമെങ്കിൽ. അതാണ് പ്രശ്നം. അലക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ജാക്കറ്റ് ഇല്ലെങ്കിൽ ജാക്കറ്റ് അലക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഗീതുബാബിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അവർ താഴത്തെ റിസോർട്ടിലാണ് താമസം. ഇന്നലെ രാത്രി നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇന്നലെ രാത്രി ഫുൾ അവിടെ ആയിരുന്നു. ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ അത് കഴിഞ്ഞിട്ട് കേട്ടോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 1 മണി 2 മണിയാവും രാത്രിയിൽ. ഇവിടെ ഈ കാട്ടിൽ റേഞ്ച് കിട്ടുമെന്ന് എല്ലാവരും ചോദിക്കും. ഇവിടെ ജിയോയ്ക്ക് മാത്രം കുറച്ച് റേഞ്ച് ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത് ഇവരുടെ അടുക്കളയിലാണ്. അപ്പോൾ രാത്രിയിൽ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫോണിൽ വീഡിയോ കയറ്റിയിട്ട് അടുക്കളയിൽ കൊണ്ടാണ് വെക്കുന്നത് അപ്ലോഡിങ്ങിന്. ഒരു രാത്രി ഫുൾ അപ്ലോഡിങ്ങിനിടും. എന്നിട്ട് രാവിലെ പോയിട്ടാണ് ഫോൺ എടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗീതുബാബിയും മോനിക്ക് കൂടെ ഗസ്റ്റിനെയും കൊണ്ട് നമ്മളന്ന് പോയ പോലെ തന്നെ നീലകണ്ഠ ടെമ്പിളിലേക്ക് രാവിലെ ട്രക്കിങ്ങിന് പോയാൽ ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് 3 മണിയാവാനായി. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവരെ വില്ലേജൊക്കെ കണ്ട് മെല്ലെ മെല്ലെ വരുന്നുണ്ടാവുള്ളൂ. നമുക്കെന്തായാലും ഇവിടെ നിന്ന് വെറുതെ ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ താഴേന്ന് വന്ന റോഡ് കേട്ടോ. ഇത് നീലകണ്ഠ ടെമ്പിളിലേക്ക് പോകുന്ന റോഡാണ്. നമ്മൾ ഇന്നലെ സൺസെറ്റ് കാണാൻ പോയ റോഡ് ഇതാണ്. ഞാൻ വണ്ടിക്ക് ഇവിടം വരെ വന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ പോകുന്ന വഴിക്ക് നമ്മളിവിടെ ഒരു മലേൻ്റെ മുകളിലൊരു ക്ഷേത്രം കണ്ടായിരുന്നു. ഇത് കണ്ടോ. ഈ ക്ഷേത്രത്തിനെ പറ്റി ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള ലോക്കൽസ് പറഞ്ഞത് ഏകദേശം 600 ചില്ലുവാനം സ്റ്റെപ്പ് ഇതിൻ്റെ മേലേക്ക് കയറാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കേട്ടപ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി. ഇതുണ്ടല്ലേ, അവിടെയാണ് ക്ഷേത്രം. പക്ഷേ വഴി ഇങ്ങനെ അവിടം വരെ കാണാനുള്ളൂ, ബാക്കി എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ട്രക്ക് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്ന് വന്നത്. നല്ല കയറ്റമുണ്ടാവും. നല്ലപോലെ ക്ഷീണിക്കും അവിടെ എത്തുമ്പോഴത്തേക്ക്. ഞാൻ ബാഗിൽ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഏതായാലും അങ്ങോട്ട് പോകാനുള്ള വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പുറത്തെ മലയിലാണത്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഈ വഴിയിൽ നിന്ന് എവിടുന്നോ മുമ്പിൽ എവിടുന്നോ ഒരു കട്ടുണ്ട്. പക്ഷേ അവിടെ പോയി നോക്കേണ്ടി വരും. ആ ഭാഗത്ത് ഇവിടുന്ന് ഒരു 10-200 മീറ്ററോടെ മുന്നിലേക്ക് പോകുമ്പോൾ വഴി കാണുമായിരിക്കും. എന്തായാലും നമുക്ക് കയറി നോക്കാം. ബൽക്കുവാരി ദേവി ടെമ്പിൾ എന്നാട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ബൽക്കുവാരി ടെമ്പിളിലേക്ക് പോകുന്ന സ്റ്റാർട്ടിങ് പോയിന്റ്. ഇത് മേലേക്കുള്ള റോഡാണ്. നമ്മൾ ഇന്നലെ പോയി അതേ റോഡ് തന്നെയാണ്. ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നടന്നു വേണം പോകാൻ. ഏകദേശം 700 മീറ്റർ ഉണ്ട് അവിടം വരെ മണ്ണിട്ട ഒരു വഴി ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ചോദിച്ചപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ട് അവിടം വരെ പോകാൻ പറ്റും, ഗേറ്റ് വരെ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവിടുന്ന് കൊണ്ട് സ്റ്റെപ്പ് മാത്രം കയറിയാൽ മതി. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് ബോർഡ്. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് അവിടം വരെ ഒരു ഓഫ് റോഡും കൂടെ ആവും. അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മളിതാ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറുന്ന വഴീൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടുന്നതാണ് സ്റ്റെപ്പ് ആരംഭിക്കുന്നത്. അവിടെ ഒരു ഗ്രാമമുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. ഇവിടെ നിന്നാണ് നമുക്ക് മേലേക്ക് കയറേണ്ടത്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് നമ്മൾ ആ താഴേന്ന് വണ്ടി നിർത്തി കണ്ട സ്ഥലം അവിടെ നിന്നാണ് ആ ജംഗ്ഷൻ നീലകണ്ഠ ടെമ്പിളിലേക്കുള്ള. ഈ മലേൻ്റെ അപ്പുറത്തെ സൈഡായിട്ടാണ് നീലകണ്ഠ ടെമ്പിൾ വരിക. അതുപോലെ നമ്മൾ ജൂൺഗിരിയൊക്കെ ഈ മലേൻ്റെ അപ്പുറം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഭാഗത്തു നിന്നാണ് ഈ മലയിലേക്ക് ഇങ്ങനെ കയറി ഇവിടം വരെ എത്തിയത്. ഇനി എപ്പോൾ നമ്മൾ മുകളിൽ എത്തുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് കയറി നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും ഇന്ന് നമ്മൾ സൺസെറ്റ് കാണാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നാട്ടോ. സൺസെറ്റ് കാണാനൊന്നും ഉദ്ദേശമല്ല, വെറുതെ ഇതിൻ്റെ മുകളിൽ വരെ കയറി തോന്നി. ഞാൻ അവിടെ ചോദിച്ചായിരുന്നു. അവിടെ ചോദിച്ചപ്പോൾ ഇത് ഓപ്പൺ ആണെന്ന് പറഞ്ഞത്. ചിലപ്പോൾ ക്ലോസ്. ഇന്ന് ഞായറാഴ്ച പിന്നെ ടെമ്പിൾ ക്ലോസ് ആവത്തില്ല. വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ആൾക്കാരെ കയറ്റാത്ത വല്ല ഇതുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കൊറോണ അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വേറെ 2 പയ്യന്മാർ വന്നിട്ടുണ്ട്. 2 പേര്. അവർ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇതിന് മുകളിൽ ഉണ്ടാവില്ല. ഏതായാലും നല്ല അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന്. എന്തായാലും അങ്ങനെ നമ്മുടെ 600 ചില്ലുവാനം സ്റ്റെപ്പുകളുടെ ആദ്യത്തെ പടി കയറുക കേട്ടോ. കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു മണിയൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ ജയ് മാതാ കീന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കവാടമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ മണി അടിച്ചിട്ട് വേണം കയറാൻ. നമ്മൾ കുറച്ചും കൊണ്ട് കയറിയപ്പോൾ തന്നെ ഇവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്ര കൊണ്ട് കയറിയിട്ടുള്ളത്.
അപ്പോൾ വരുന്നവരെന്തായാലും ക്ഷീണിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ ഇതുപോലുള്ള ഓരോരോ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഉണ്ട്, അതുപോലെ അവിടെ ഒരു ഗ്യാപ്പ് കാണാം. അങ്ങനെ ഓരോ സ്ഥലത്തുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ഗ്രാമം. അവിടെ ഒരു ചെറിയൊരു ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതാട്ടോ. നല്ലപോലെ അണയ്ക്കുന്നുണ്ട്. ഇതുപോലെ ഇരിക്കാൻ സ്ഥലമുള്ളത് ഭയങ്കര ഉപകാരം കേട്ടോ. കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് കയറാൻ എന്തായാലും. ഭയങ്കര തണുപ്പാണ്. ഒരു മലേൻ്റെ മുകളിലുള്ള ഒരു ക്ഷേത്രം, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി വലിയ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമൊന്നുമല്ല. നെറ്റ് തപ്പിയാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വരുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇത്ര നടന്നു തന്നെ കയറണതിന് മേലേക്ക് വേറെ വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത് ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കാണണ്ടേ. അത് നടന്ന് കയറാൻ പറ്റുന്നതാണെങ്കിൽ അതും മലേൻ്റെ മുകളിൽ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ദേ അവിടെയാണ് ക്ഷേത്രം. ഇനിയും കുറച്ചുകൂടെ കയറാറുണ്ട്. മെയിനായിട്ടുള്ള കയറ്റമാണ് നമ്മളിപ്പോൾ കയറിയത് കേട്ടോ. ഇനിയിപ്പോൾ വലിയ കയറ്റമൊന്നുമില്ല. ഇനി ടെമ്പിളിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു കുറച്ച് കയറ്റവും കൂടെ ഉണ്ട്. ദേ ഇവിടെ ഇപ്പോൾ നിരപ്പായ സ്ഥലം കേട്ടോ. ഇവിടെ സ്റ്റെപ്പൊന്നും അല്ല, നേരെ കോൺക്രീറ്റ് ഇട്ട വഴിയാണ്. നല്ല വഴിയാട്ടോ. നല്ലപോലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സ്റ്റെപ്പും കാര്യങ്ങളും പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ. ഒരു സൈഡ് ഫുള്ള് ഇതേപോലെ കെട്ടിയിട്ടുണ്ട്. താഴോട്ട് നല്ല കുഴിയാണ്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കെട്ടിയേക്കുന്നത്. സംഭവം നമ്മളിതേ ക്ഷേത്രത്തിന് അടുത്തെത്താനായിട്ടോ. താഴേന്ന് ആൾക്കാർ വരുന്നുണ്ട്. താഴേന്ന് ഇങ്ങനെ മണ്ണിടിക്കുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ ആൾ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ആൾക്കാർ കയറി വരുന്നുണ്ട്. ഏതായാലും വൈകുന്നേരം ആയപ്പോൾ കുറേ പേര് വരുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു മലേൻ്റെ ടോപ്പിലേക്കാണ് എത്തുന്നത്. ഇതുണ്ടല്ലോ ഇവിടെയൊക്കെ നിരപ്പായ സ്ഥലം. അപ്പുറത്തെ സൈഡ് കൊക്കെയാണ്. നമുക്ക് അവിടെ കയറിയാൽ എന്തായാലും ആ സൈഡിലോട്ടുള്ള വ്യൂ ഇവിടെ കിട്ടും. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ തീർത്ഥാടനം, കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഫുള്ള് തീർത്ഥാടനമാണല്ലോ എന്ന്. തീർത്ഥാടനം ഞാൻ ക്ഷേത്രം ദർശിക്കാനോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലൊന്നും വന്നതല്ല. ഇവിടെ ഈ മലേൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം കണ്ടപ്പോൾ കയറി പോകും. നമ്മൾ ആ വഴി കൂടെ പലവട്ടം പോയതാണ്, അതുകൊണ്ടാട്ടോ. അല്ലാതെ തീർത്ഥാടനം മാത്രമാണെന്ന് ആരും വിചാരിക്കരുത്. നമ്മളിപ്പോൾ വന്ന വഴിയും താഴോട്ടുള്ള വ്യൂവും കണ്ടോ. ആ ഭാഗത്തോട്ട് നല്ല അടിപൊളിയാണ്. ഇത് അവിടെയാണ് സൺസെറ്റൊക്കെ വരിക. കണ്ടല്ലേ, വന്ന വഴി മൊത്തം കാണാം. ഇവിടെ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഒരു ഒറ്റ മലയായിട്ട് നിൽക്കുകയാണ്. ഈ സൈഡിലും കൊക്കെയാണ്, അതുപോലെ ഈ സൈഡിലും കൊക്കെയാണ്. അപ്പുറത്തും വലിയ മലകൾ കാണാം, ഇവിടെയും വലിയ മലകൾ കാണാം. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി. വിചാരിച്ച പോലെ വലിയ റിസ്ക് ഒന്നുമില്ല. സുഖമായിട്ട് തന്നെ നമ്മൾ മുകളിലെത്തിയിട്ട് ഒരു 20 മിനിറ്റ് മാക്സിമം. ദേ ഷൂ ഒക്കെ ഇവിടെ ഊരിയിടണം. ഹെൽമെറ്റൊക്കെ ഇതേ പുറത്ത് വെച്ചിട്ടുണ്ട്. വന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ക്ഷേത്രത്തിനകത്ത് കയറും. അകത്ത് കയറി നോക്കിയിട്ട് ഞാൻ മാസ്ക് എടുത്തില്ല. ചില ക്ഷേത്രങ്ങളിവിടെ നീലകണ്ഠമ്പിളൊക്കെ മാസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ. ഇവിടെ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും കയറി നോക്കാം. ഇവിടെ മൊത്തം 4 പ്രതിഷ്ഠയുണ്ട് കേട്ടോ. കണ്ടില്ലേ, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഒരു പുള്ളിക്കാരൻ ഇവിടെ ഇരുന്നൊരു പ്രതിഷ്ഠ അതിന്മേ പെയിൻ്റൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മൂപ്പരെ നമ്മൾ പരിചയപ്പെട്ടു. മൂപ്പർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ഇതിനകത്തുനിന്ന് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കൂടുതലായിട്ട് നമ്മളൊന്നും എടുക്കുന്നില്ല. പുള്ളിക്കാരൻ വരട്ടെ, നമുക്ക് കുറച്ച് ചോദിച്ചു നോക്കാം. ആപ്കാ നാം? രാഹുൽ പയാൽ. ഇധർ സേ? लोकल है. एक क्या करते हैं? पेंटिंग की है. वैसे योगा स्टूडेंट, योगा टीचर. आपका? हाँ, योगा टीचर. യോഗ ടീച്ചർ ഓക്കെ ഓക്കെ. പുള്ളിക്കാരനൊരു യോഗ ടീച്ചറാണ് കേട്ടോ. ഇതുമേൽ പെയിൻറ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. शौक के लिए आए थे ना आज यहाँ, घूमने के लिए आए थे. ഓക്കെ ഓക്കെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇതേപോലുള്ള ഹിന്ദിയിൽ എഴുതി വെച്ചേക്കുന്ന ബോർഡുകൾ കാണാം കേട്ടോ. ഇങ്ങനെ നോട്ടീസ് പോലെ എഴുതി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓൺ ആക്കിയിട്ട് ഹിന്ദി മലയാളം കൊടുത്തിട്ട് ക്യാമറ ഓൺ ചെയ്താണ്ടല്ലോ കാണിച്ചു തരാം. ഇത് എഴുതിയേക്കുന്നത് എന്താണെന്ന് നമുക്കിപ്പോൾ കിട്ടും. നെറ്റ് വേണമെന്നുള്ളൂ. ദയവായി പാത്രത്തിലേക്ക് സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ എവിടെയോ പാത്രം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, സംഭാവന ചെയ്യാനാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താണെന്ന് അറിയണമെങ്കിൽ
ഇതിലും ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഒരു ഏകദേശം ഒരു 90% നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് എഴുതിയ നിർബൻ റാവു ആയത് കക്ഷേ. ഇത് എഴുതിയതായതുകൊണ്ട് ഇത് അവരുടെ എന്തോ പുരോഹിതന്മാരുടെ നമ്പറൊക്കെയാണ്. ഇത് ഒരു ക്ഷേത്രത്തിനുള്ളിൽ 4 ക്ഷേത്രമായിട്ടോ. ഇത് ശിവാജി കാ മന്ദിർ, അതുപോലെ ഇവിടെ ശ്രീ ഗണേഷ് ജി കാ മന്ദിർ, അതുപോലെ ഇവിടെ ഇതാണ് മാതാ ബൽക്കുവാരി മന്ദിർ, അതുപോലെ ഇത് കാളിമാം കാ മന്ദിർ കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ 4 ക്ഷേത്രമായിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് ആ പെയിൻ്റ് അടിച്ചുകൊണ്ടിരുന്ന മൂപ്പരോട് കമ്പനി ആയതുകൊണ്ട് മൂപ്പര് പറഞ്ഞു വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. വേറെ ഇപ്പോൾ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. മെയിനായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ അറിയോ, ഇതുണ്ടല്ലേ മൊത്തം ഒരു പൂന്തോട്ടം പോലെ ചുറ്റിനും ചെടികളും പൂക്കളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അതുണ്ടല്ലേ അടിപൊളി ഭംഗിയാണിത് കാണാൻ. അതുപോലെ ഈ ഒരു സൈഡിൽ ഒരു വ്യൂ പോയിൻ്റ് പോലെ നമുക്ക് വന്ന് ഇരിക്കാൻ പാകത്തിനൊക്കെ ഇവിടെ ഉണ്ടോ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ നേരെ ബാക്ക് സൈഡാണ്. ഇവിടെ അടച്ചേക്കാണ്, നമുക്ക് അകത്തോടെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തോടെ കറങ്ങി വന്നു. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ അടുത്ത് ആയുധമുണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ. ചിന്നീശ്വര ഇത് ഈ ചെയർ സ്പോൺസർ ചെയ്ത ആൾക്കാരുടെ പേരാന്ന് തോന്നുന്നു. ആരൊക്കെയാണ് സ്പോൺസർ ചെയ്തതെന്നുള്ളത് അവരുടെ ഇത് എഴുതി വെച്ചേക്കുക. 2 സൈഡിലും ഇതേപോലെ മണിയുണ്ട് കേട്ടോ. ഇതിലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അവിടെ എന്തോ ഒരു ഇതുണ്ട്. ഇതിപ്പോൾ മലേൻ്റെ ഏറ്റവും മുൾഭാഗത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ സൈഡും കുഴിയാണ് ഈ സൈഡും കുഴിയാണ്. ഈ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. കണ്ടല്ലേ അടിപൊളി ഭംഗിയല്ലേ. നോക്കി അപ്പുറത്ത് സൺസെറ്റും മരങ്ങളും ഒക്കെ ആയിട്ട് വേറൊരു ഫീലാട്ടത്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇവിടെ നിന്നുള്ള വ്യൂ അത് കിടിലമാട്ടോ. കണ്ടല്ലേ ഈ സൺസെറ്റ് ഇപ്പോൾ ആകും കേട്ടോ. ആ മലേൻ്റെ മുകളിലാണ് സൺസെറ്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് താഴേന്ന് കാണുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ താഴെ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ ഫുള്ള് നമ്മൾ എവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഇത് കാണും, അതെല്ലാം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാമല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മേലേക്ക് കയറി വന്നത്. എന്തായാലും അടിപൊളി, ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നല്ല 4 ദൈവങ്ങളാണ് ഇവിടെ ഉള്ളത്. 4 ദൈവങ്ങളെ ഒരുമിച്ച് കാണാൻ ഉള്ളൊരു ഭാഗ്യം ഒറ്റയടിക്ക് കിട്ടി. അത് തന്നെ ഒരു ഭാഗ്യമല്ലേ. അടിപൊളി. ഇതുണ്ട് ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും ഇതേപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ താഴേന്ന് നടന്നാണ് കയറി വരുന്നത് എല്ലാവരും. അതുകൊണ്ട് എന്തായാലും ആൾക്കാർക്കൊക്കെ വിശ്രമിക്കാൻ നല്ല സ്ഥലം വേണം. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. കണ്ടില്ലേ അടിപൊളി ഒരു ഭംഗിയായിട്ട്. ഭയങ്കര ശാന്തതയാണ്, ഭയങ്കര ഫീലാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് നേരം ഇരുന്നിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ബൽക്കുവാരി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇത് തൊട്ടടുത്തുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ് അല്ലെങ്കിലും ഭംഗി കാണാൻ. നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ തേടി പോകുന്നതിനൊക്കെ നല്ലത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ മതി, നമുക്ക് നല്ല ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു. വന്നവരൊക്കെ വരിക, കയറുക, ഇറങ്ങിപ്പോകുക, അത്രേ ഉള്ളൂ. വേറെ കൂടുതലായിട്ട് ഇവിടെ ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. സൺസെറ്റ് ഇപ്പോൾ ആവും, കുറച്ച് നേരം കൂടെ ഉള്ളൂ. അതുപോലെ കണ്ടില്ലേ ഈ മലേൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് അവിടെ കേട്ടോ. നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് അറിയാത്ത സ്ഥലത്തൊന്നും നമ്മൾ പോയാലേ ശരിയാവില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ഒക്കെ തൽക്കാലം ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ നാളെ എന്ത് ചെയ്യണമെന്ന് നാളെ എണ്ണീറ്റിട്ട് വേണം ആലോചിക്കാൻ. അപ്പോൾ ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ കാഴ്ചകളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലും കാണാം.